നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞു. ഞാനിന്ന് നേരത്തെയാണ് എണീറ്റിരിക്കുന്നത്. ഇന്നത്തെ കാലാവസ്ഥ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. നല്ല കാറ്റും മഴയും തണുപ്പും ഒക്കെ ഉള്ള കാലാവസ്ഥ. മഴ കാത്തു കഴിയുന്ന മനസ്സിൻ്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചുവോ. ആരും എന്നെ ചീത്ത വിളിക്കില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു പബ്ലിക്കായിട്ടൊരു പാട്ട് പാടുന്നത്. ആകെ ഞാൻ നിക്കിക്ക് താരാട്ട് പാടി കൊടുക്കുന്നതല്ലാതെ വേറെ പാട്ട് പാടിയിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ എൻ്റെ മുഖമൊക്കെ കഴുകി ബ്രഷും ചെയ്ത് ഫ്രഷായിട്ട് വന്നു. സാമ്പാറിന് വേണ്ടിയിട്ട് കഷ്ണങ്ങൾ ഞാൻ ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി നല്ല മഴ പെയ്തു, എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇച്ചിരി കാപ്പി കുടിക്കുകയാണ്. രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. രാത്രി ഞാൻ ഇടയ്ക്ക് എണീറ്റപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കൂളറൊക്കെ ഓഫാക്കി കിടക്കുന്നത്. അപ്പോൾ കുറേ നേരം ഈ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് നിൽക്കണമെന്നുണ്ട്, പക്ഷെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഏട്ടൻ 7:30 ആയപ്പോഴത്തേക്കും വന്നു. അപ്പോഴത്തേക്കും നല്ല കടുപ്പത്തിലൊരു പാൽ ചായ ഇട്ടും, എന്നിട്ട് ഈ ക്ലൈമറ്റിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ആ ചായ കുടിച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ വേഴാമ്പലിനെ പോലെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു മഴയ്ക്ക് വേണ്ടിയിട്ട്, കാരണം അത്രയ്ക്ക് ചൂടായിരുന്നു. ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് തൂളിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ, എന്നാലും അത്ര തന്നെ ആശ്വാസം. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും സാമ്പാറും ആയിരുന്നു. സാമ്പാർ ഒരു തട്ടിക്കൂട്ട് സാമ്പാറായിരുന്നു, അധികം കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഒപ്പിച്ചെടുത്തു. അതുണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചത്തേക്കുള്ള കറിയും കൂടി ആകുമല്ലോ. അതിന് ശേഷം ഞാൻ ഹെയർ കെയറിലോട്ട് പോയി. പിന്നെ അലോവേരയും കുറച്ച് ഉലുവയും കൂടെ ഞാൻ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ കുറച്ച് തലയിൽ നന്നായിട്ട് എണ്ണ തൊട്ട് പുരട്ടി, അതിന് ശേഷം തലയിൽ മൊത്തം ഇത് തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ കഴുകി കളയുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ വെള്ളം ആയതുകൊണ്ട് മുടി കൊഴിച്ചിൽ നന്നായിട്ടുണ്ട്. ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് ഡെയിലി കുളിക്കാതിരിക്കാനും പറ്റത്തില്ല, ആ അവസ്ഥയാണ്. അല്ലെങ്കിൽ മൊത്തം ഡാൻഡ്രഫായി മാറും. അതുകൊണ്ട് ഞാൻ മാക്സിമം ടൈം കിട്ടുമ്പോഴൊക്കെ തലമുടി കെയർ ചെയ്യാറുണ്ട്. എന്നാലും നല്ല രീതിയിൽ കൊഴിച്ചിലുണ്ട്. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏട്ടൻ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും ഇവിടെ വിളക്ക് കത്തിക്കാറുണ്ട്. ആരാദ്യം കുളിക്കുന്നോ അവർ വിളക്ക് കത്തിക്കും. മിക്കവാറും ഏട്ടനാണ് കത്തിക്കാറ്, കാരണം ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി വന്ന് പിന്നെ കുളിച്ചിട്ട് അപ്പോൾ വിളക്ക് കത്തിക്കും. ഞാൻ മിക്കവാറും എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് കുളിക്കാറ്. ഇന്ന് നേരത്തെ എണീറ്റുകൊണ്ട് നേരത്തെ പണികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി. പിന്നെ ഞാനൊന്ന് സ്കിൻ കെയറിലോട്ട് നോക്കി. ഞാൻ അണ്ടർ റൈറ്റഡിൻ്റെ ഒരു സെറമാണ് തേക്കുന്നത്. ഞാൻ എപ്പോഴും ഒന്നും തേക്കാറില്ല കേട്ടോ. സാധാരണ ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നെയാണ് തേക്കാറ്. ഓർക്കുവാണെങ്കിൽ തേക്കും, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയാണ്. വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ തേക്കുന്നത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നമുക്കറിയാമല്ലോ. അതൊക്കെ തേച്ചു. പിന്നെ ഇത് എൻ്റെ കുറേ പ്ലാന്റ്സാണ്. ഞാൻ 2 മണി പ്ലാന്റ് വളർത്തുന്നുണ്ട്. അത് ഇടയ്ക്ക് വളർന്ന് വലുതായി വന്നതായിരുന്നു. പിന്നെ എനിക്ക് അതിൻ്റെ ഓരോ ഇലകളും ഇതൊക്കെ പറിച്ചെടുത്തുകൊണ്ട് പോയി. പിന്നെ കുറച്ച് പ്രാവ് ഇടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അതും കൊത്തിക്കളയും. അതേപോലെ തന്നെ അലോവേരയും ഇടയ്ക്ക് പ്രാവ് കയറുവാണെങ്കിൽ അതെല്ലാം കൊത്തിപ്പറിച്ച് നശിപ്പിച്ച് കളയും. ഈ വലയുടെ ഇടയിൽ കൂടെ പ്രാവ് നുഴഞ്ഞു കയറും. ഇന്ന് മഴ പെയ്തുകൊണ്ട് കിളികൾക്കൊക്കെ സന്തോഷമായി തോന്നുന്നു, കാരണം നല്ല പോലെ ചലച്ച് നടക്കുന്നുണ്ട്. കിളികൾക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും സന്തോഷമായി. അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി, കാരണം നിക്കി എണീക്കുമ്പോൾ ഇനി താമസിക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചപ്പാത്തിയും സാമ്പാറും കൂടെ കഴിക്കാൻ പോവുകയാണ്. ഞാൻ മുട്ടയുണ്ടെങ്കിൽ മുട്ടക്കറിയാണ് സാധാരണ ചപ്പാത്തിയുടെ കൂടെ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയും സാമ്പാറും എനിക്കിഷ്ടമാണ്. പിന്നെ ചപ്പാത്തിയും കടലക്കറിയൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അതെന്ത് കോമ്പിനേഷനാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നിക്കി എണീറ്റ് ഈ അമ്മ എന്നാ ക്യാമറയൊക്കെ ഓണാക്കി വെച്ചിരിക്കുന്നതെന്ന് ഓർത്ത് നിക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിക്കിനെ കുളിപ്പിച്ച് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ഏട്ടന് പോകാനുള്ള സമയമായി. പിന്നെ നിക്കി കുറച്ച് നേരം ഏട്ടൻ്റെ അടുത്ത് നിന്ന് ഓരോ ഡിമാൻഡുകൾ പറയും. അച്ഛാ ഇത് മേടിച്ചുകൊണ്ട് വരണം, അത് മേടിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിച്ച് പിന്നെ ഏട്ടൻ പോയി. അതിന് ശേഷം ഞാൻ അവൾക്ക് കാപ്പി കൊടുക്കാനായിട്ട് ടെറസിൽ പോയിട്ടുണ്ട്. ടെറസിൽ പോയി കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കിളികളെയൊക്കെ കാണിച്ചു കൊടുത്ത് അവിടെ നിന്നും പിന്നെ എനിക്ക് ഓരോ പുല്ലൊക്കെ പറിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. ഇപ്പോഴത്തേക്ക് മഴയൊക്കെ മാറിയിട്ടുണ്ട്, ചെറുതായിട്ട് വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി വൈകിട്ട് മഴ പെയ്യുമോ എന്ന് കണ്ടറിയണം. പിന്നെ ഞാൻ ചോറൊക്കെ വയ്ക്കാൻ പോയി. ചെറിയ ചെമ്മീൻ്റെ പൊടി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാനൊരു മീൻ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു, ആ തുണിയൊക്കെ കഴുകി ഞാൻ വിരിക്കാൻ പോയി. എനിക്ക് ഹെൽമെറ്റാന്ന് പറഞ്ഞിട്ട് തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂച്ച, ഞാൻ ഇതിൻ്റെ അകത്താണ് വെള്ളം നിറച്ച് വെക്കുന്നത്. അപ്പം നമുക്ക് നല്ല തണുത്ത വെള്ളം കിട്ടും.
ഫ്രിഡ്ജിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നേക്കാളും നല്ലത് നമുക്ക് കൂച്ചയിൽ നിറച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ആപ്രിക്കോട്ട് ഡിലൈറ്റാണ്. നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചുകൊണ്ട് വന്നത് എനിക്ക് അത്ര ഇഷ്ടമായില്ല, പക്ഷേ ഇത് അടിപൊളി സാധനമായിരുന്നു. ഇവിടെ പിസ്ത ഹൗസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്ന് മേടിച്ചാണ്. അവിടെ കുറേ സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോയപ്പം അവിടെ നിന്ന് മേടിച്ചാണ്. അടിപൊളി സാധനമാണ്. കുറച്ച് കറുമുറ കടിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സാധനം. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതിന് ശേഷം അവളെ കുറച്ച് ABCD പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ pre-KG പഠിക്കുന്നത്. 1 മാസമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. A മുതൽ D വരെ, 1 മുതൽ 5 വരെയും, പിന്നെ ഹിന്ദിയുടെ ആയും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഓരോ ലെറ്റേഴ്സും 5 പേജ് വീതം ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരാനാണ് വെക്കേഷന് പറഞ്ഞേക്കുന്നത്. അപ്പം അവൾ Aയും Bയും എഴുതും, 1 മുതൽ 3 വരെ എഴുതും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൾ മറന്നു പോകും. കുഞ്ഞല്ല, ഞാൻ അധികം നിർബന്ധിക്കാറുമില്ല. പിന്നെ ചിയാ സീഡൊക്കെ ഇട്ടിട്ട് ഒരു നാരങ്ങ വെള്ളം ഞാൻ കുടിച്ചു. ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് നാരങ്ങയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാലും പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അതുകൊണ്ട് ഞാൻ നാരങ്ങ പിഴിഞ്ഞ് ഫ്രീസറിൽ എടുത്ത് വെച്ചേക്കും. അപ്പോൾ ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് ഒരു ക്യൂബ്സ് എടുത്തിട്ടിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കും. പിന്നെ ഒരു 1:30 ആയപ്പോഴത്തേക്ക് ഏട്ടൻ വന്നു. അപ്പോൾ ഏട്ടൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ചോറ് വിളമ്പി കൊടുക്കുകയാണ്. നമ്മുടെ രാവിലത്തെ സാമ്പാറുണ്ട്, പിന്നെ ചെമ്മീൻ തോരനുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മ തന്നുവിട്ട കണ്ണിമാങ്ങ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചാറൊക്കെ ബസ്സിൽ വന്നപ്പോൾ കവറിലോട്ട് ഒലിച്ചു പോയി. പിന്നെ കണ്ണിമാങ്ങ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ കൂടെ കുറച്ച് തൈരും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ തൈരും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഏട്ടനും കൊടുത്തു. പിന്നെ അടുത്തൊരു വലിയ യുദ്ധമാണ് നിക്കിക്ക് ചോറ് കൊടുക്കുക. അത് വലിയൊരു ടാസ്ക്കാണ്. അവൾ എന്ത് ചെയ്താൽ കഴിക്കില്ല. ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ നടക്കുന്നത്. ഈ സമയത്ത് അവൾ ലോകത്തില്ലാത്ത കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക. ആൻറ്റി ഇങ്ങോട്ടാ പോയേ, അന്ന് തന്നെ അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് അവൾ ഓരോ വിഷയം മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു കണക്കിന് ഞാൻ ചോറ് കൊടുത്തു. എന്നിട്ട് കാലിലിട്ട് ആട്ടി അവളെ ഉറക്കി. എന്നിട്ട് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയാണ്. ചില സമയത്ത് ഞാൻ വല്ല പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയും അല്ല സിനിമ കാണും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ അവിടെ നിന്നിട്ട് ഇനി വീഡിയോ എന്താ എടുക്കേണ്ടത് അതിൻ്റെ കണ്ടൻറ്റൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും മോളും കൂടെ ഉച്ചയ്ക്ക് കയറി കിടന്നുറങ്ങും. ഞാൻ അങ്ങനെ ഉറങ്ങാറില്ല. കാരണം ഉച്ചയ്ക്ക് ഉറങ്ങി കഴിയുമ്പോൾ ഒന്നുകൂടെ ക്ഷീണം കൂടും, പിന്നെ രാത്രി ഉറക്കവും വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങാറില്ല. ഒരു 3:30 ആയപ്പോഴത്തേക്ക് ഏട്ടൻ എണീറ്റു. ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. പിന്നെ ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്തു. എനിക്ക് എണീക്കാൻ കുറേ താമസിച്ചായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാനാണെങ്കിൽ പോയിട്ട് സൂര്യൻ അസ്തമിക്കുന്ന ആ സമയമായപ്പം സൂര്യനെയൊക്കെ നോക്കിക്കൊണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നീട് ഞാൻ റൂമിൽ ചെന്നിട്ട് നിക്കിനെ വിളിച്ചെണീപ്പിച്ചു. എന്നിട്ട് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് ഞങ്ങൾ വിളക്ക് എത്തിച്ചു. സമയം 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇരുട്ടൊന്നും ആയിട്ടില്ല. പക്ഷേ ഞങ്ങൾ പുറത്ത് പോയിട്ട് വരാൻ വേണ്ടി ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ വിളക്ക് എത്തിച്ചത്. എന്നിട്ട് ഞങ്ങൾ നടക്കാൻ ഇറങ്ങി. പിന്നെ ഞങ്ങൾ പാർക്കിൽ പോയി. പിന്നെ ചിപ്സും ബിസ്ക്കറ്റും ഒക്കെ മേടിക്കാൻ കടയിൽ പോയി. അതിന് ശേഷം ഏട്ടൻ്റെ ഓഫീസിൽ പോയി. അപ്പോൾ ഏട്ടൻ ഇറങ്ങുന്ന സമയമായിരുന്നു. ഏട്ടനെയും വിളിച്ചു വന്നു. അപ്പം ഏട്ടനെ ഒരു സാറ് വിളിച്ചിട്ട് അവർ റിലീവ് ആകുകയാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ നോക്കി. എന്താണ് ജഗ്ഗും കൊട്ടയും പാത്രമൊക്കെ. പിന്നെ ഞങ്ങൾ ഡിന്നറും കഴിച്ചിട്ട് ഞങ്ങൾ നേരത്തെ കയറി കിടന്നു. ഏട്ടൻ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ കയറി കിടന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.